യെസ്, അപ്പോൾ പ്രതിപക്ഷം ഇനി എങ്ങനെ പെരുമാറും എന്നത് കൂടി ആലോചിക്കണമല്ലോ സെയ്ഫ്. ഇതിലിപ്പോ കോൺഗ്രസിന്റെ നീക്കങ്ങളാണ് ഇങ്ങനെ ഒരു ആരോപണം വന്നതിന് പിന്നിലെന്നായിരുന്നു ഇന്നലെ ആദ്യ പ്രതികരണമായി ഗണേഷ് കുമാറിന്റെ ഭാഗത്ത് വന്നത്. പക്ഷേ ഭാര്യയോട് ക്ഷമാപണം നടത്തി വിഷയം സെറ്റിൽ ചെയ്തതിലൂടെ അങ്ങനെ ഒരു സംഗതി നടന്നു എന്ന് അദ്ദേഹം സമ്മതിക്കുക കൂടിയാണ്. ഒരു കേസ് ശരിയാണ്, ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല, ഈ പരാതിക്കാരുടെ ഭാഗത്തുനിന്ന് സോൾഡ് ആയിട്ടുള്ളൊരു പരാതിയുമില്ല. അതുകൊണ്ട് CPM-നും സർക്കാരിനും ഇപ്പോൾ ഇദ്ദേഹത്തിനെതിരെ ഒരു നടപടി എടുക്കേണ്ട കാര്യമില്ല, ശരിയാണ്. പക്ഷേ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ക്ഷമാപണം നടത്തിയതിലൂടെ, അദ്ദേഹം സമ്മതിക്കുന്നതിലൂടെ ഇങ്ങനെ ഒരു സംഗതി മന്ത്രിയുടെ കാര്യത്തിൽ നടന്നു എന്ന് വെളിവാവുകയാണ്, അത് ബോധ്യപ്പെടുകയാണ്. അത് നിശ്ചയമായും മന്ത്രിക്കെതിരെ തെരഞ്ഞെടുപ്പ് മുഖത്ത് ക്യാമ്പയിന്റെ ഘട്ടത്തിൽ പോലും ഒരു രാഷ്ട്രീയ ആയുധമാക്കി ഉയർത്താനുള്ള സംഗതിയാണ്. ഇന്നിപ്പോൾ VD സതീശൻ പറയുന്നുണ്ടായിരുന്നു ഇത് ഒരു ക്രൈം അതിനകത്ത് നടന്നിട്ടുണ്ട്, അതുകൊണ്ട് വേഗത്തിൽ സെറ്റിൽ ചെയ്ത് കളയാൻ കഴിയില്ലല്ലോ എന്നൊരു സൂചന അദ്ദേഹം നൽകുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ മുഖത്ത് വെച്ചാൽ ക്യാമ്പയിനിലേക്ക്, പ്രചാരണ ഘട്ടത്തിലേക്ക് പോകുമ്പോൾ കെ ബി ഗണേഷ് കുമാറിനെതിരെ ഉയർന്ന ആരോപണം ഏതെല്ലാം രീതിയിൽ ഉപയോഗിക്കാനായിരിക്കും പ്രതിപക്ഷത്തിന്റെ നീക്കം ശ്രമം? രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസുമായി ബന്ധപ്പെട്ട് UDF-നെ ഇടതുമുന്നണി വരിഞ്ഞു മുറുക്കി നിന്നിരുന്ന സമയമുണ്ട്. അത് രാഹുൽ മാങ്കൂട്ടത്തിനെ അങ്ങനെ തന്നെയാണ് ചെയ്തത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് ഈ കേസ് ഒരേപോലെയാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അത് കുറച്ചുകൂടി ഗൗരവ സ്വഭാവത്തിലുള്ള കേസാണ്. പുറത്തുള്ള സ്ത്രീകളെ കൂട്ടമായി ഓരോന്നോരോന്നായി ബലാത്സംഗം ചെയ്ത കേസാണ്. ആ കേസ് ഇതുമായിട്ട് അങ്ങനെ കണക്ട് ചെയ്യാൻ കഴിയില്ല. പക്ഷേ അതിനെ രാഷ്ട്രീയമായി എങ്ങനെ ഉപയോഗപ്പെടുത്തിയോ അതേ രാഷ്ട്രീയ ഉപയോഗം ഇവിടെ നടത്താൻ കഴിയുന്ന അവസ്ഥയിലേക്ക് പ്രതിപക്ഷം എത്തിച്ചേർന്നിട്ടുണ്ട്. അത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കുക, ഗണേഷിന്റെ രാജി ആവശ്യപ്പെടുക, വലിയ രീതിയിലുള്ള പ്രതിഷേധം സെക്രട്ടേറിയറ്റിന് മുന്നിലും മന്ത്രിമാർ പോകുന്നിടത്തും എല്ലാം സംഘടിപ്പിക്കുക, അങ്ങനെ ഇത് ആളിക്കത്തിച്ച് നിർത്താൻ കഴിയും. പക്ഷേ ഇടതുമുന്നണി കരുതുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു. അതിന് ഒരുപാട് ഒച്ചപ്പാടുകൾ കോൺഗ്രസിൽ നിന്ന് ഉയർന്നു വരാൻ വേണ്ടി ഉള്ള സമയമാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിയുമ്പോൾ 140 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ചില പൊട്ടലും ചീറ്റലും എല്ലാം ഉണ്ടാകും. അതിനുശേഷം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഒരുക്കങ്ങളിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ നീങ്ങും. അതുകൊണ്ട് ഈ വിഷയം കുറച്ച് ദിവസം കൊണ്ട് തന്നെ കെട്ടടങ്ങുമെന്ന വിലയിരുത്തൽ CPM നേതൃത്വത്തിനും ഇടതുമുന്നണിക്കും ഉണ്ട്. അതുകൊണ്ടാണ് രാജിവെക്കേണ്ടതില്ല എന്ന നിലപാടിലേക്ക് എത്തിച്ചേർന്നത്. രാജിവെക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു പ്രതിഷേധം സംഘടിപ്പിച്ചാൽ അധികം അത് ഓടില്ല എന്ന് കണക്ക് കൂട്ടുകയാണ് ഇടതുമുന്നണി നേതൃത്വവും സംസ്ഥാന സർക്കാരും. ഒരു പരിധിവരെ അത് ശരിയാണെന്ന് നമ്മൾ ഈ ഘട്ടത്തിൽ പറയുകയും വേണം. എന്തായാലും ആ പ്രതിസന്ധി, രാജി എന്ന് പറയുന്ന ആ പ്രതിസന്ധിയെ മറികടക്കാൻ വേണ്ടി ഗണേഷ് കുമാറിന് 24 മണിക്കൂർ മാത്രമേ എടുത്തുള്ളൂ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. സൈഫുദ്ദീൻ, യെസ്, എന്തായാലും രാജിയിലേക്ക് പോകാതെ, വലിയ തോതിൽ തടികേടാകാതെ വിഷയം സെറ്റിൽ ചെയ്യാൻ ഇപ്പോൾ ഗണേഷ് കുമാറിന് കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഒരു പ്രചാരണ ഘട്ടത്തിലേക്ക് വരുമ്പോൾ പത്തനാപുരം മണ്ഡലത്തിലടക്കം ഗണേഷ് കുമാറിനെതിരെ ഒരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കാൻ പ്രതിപക്ഷത്തിനത് കഴിയും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിനപ്പുറത്തേക്ക് സർക്കാരിനോ CPM-നോ ഗണേഷിന്റെ കാര്യത്തിൽ വലിയൊരു തലവേദന ഇല്ലാതെ വിഷയം സെറ്റിൽ ചെയ്യാൻ കഴിഞ്ഞതും എന്നതും ശ്രദ്ധേയമാണ്. വിശദാംശങ്ങൾ നൽകിയത് സൈഫ് സൈനുൽ അബ്ദീൻ.